നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഭയമുണ്ടോ ഒറ്റയ്ക്ക് ടൂറിന് പോകാൻ? എൻ്റെ പൊന്നെ, ഞാൻ പേടിച്ച് വിറച്ച് വിറങ്ങലിച്ച് ഒരു ടൂറിന് പോയ കാര്യമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയത്തില്ല. ആ ഒറ്റയ്ക്ക് പോകുന്നതിന്റെ ആ ഫ്രീഡവും സഹയാത്രികരുമായിട്ടുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ നമ്മുടേത് മാത്രമായ നിമിഷങ്ങളും അതൊന്ന് അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. എൻ്റെ യൂറോപ്പ് യാത്രയിൽ ഞാൻ കണ്ട കുറേ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഒത്തിരി പേർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക കേട്ടോ. അപ്പോൾ യൂറോപ്യൻ ടൂറിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. 14 ദിവസത്തെ യൂറോപ്പ് യാത്ര ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അതിശയം തോന്നുന്നില്ലേ? യൂറോപ്പ് ടൂറിന് പോയെന്നാൽ ഒരുപാട് നടക്കാനുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വരുന്നില്ലെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ആരും ഇല്ലെന്ന് കൂടെ വരാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ നീസും അതുപോലെ തന്നെ ഞങ്ങളുടെ അമേരിക്കയിലെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കുറേ മക്കളും ഒക്കെ പെൺമക്കള് യൂറോപ്പിലൊക്കെ തന്നെ ടൂറിന് പോയിരിക്കുന്നു. 2 ആഴ്ചത്തേനും ഒക്കെ ടൂറിന് പോയിരിക്കുന്നതായിട്ട് കേട്ടു. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് വന്ന കാര്യമൊക്കെ അപ്പം ഞാനൊന്ന് റീകളക്ട് ചെയ്തു. കൊച്ചു പിള്ളേർക്ക് പോകാമെങ്കിൽ പിന്നെ എനിക്ക് പോയാൽ എന്താണെന്ന് ഞാനൊരു ധൈര്യം അങ്ങോട്ട് വീണ്ടെടുത്തു. എന്നിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് എനിക്ക് സിംഗിൾ അക്കോമഡേഷൻ കിട്ടി. അതിനായിട്ട് ഞാൻ എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എന്നെയൊക്കെ പോലെ സോളോ ട്രാവലേഴ്സ് വേറെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ രണ്ടുപേരായിട്ട് അവർ നമുക്ക് റൂം അക്കോമഡേഷൻ തരും കേട്ടോ. പക്ഷെ എനിക്ക് വന്നപ്പോൾ ഞാൻ ഒറ്റയായിപ്പോയി. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു സോളോ യാത്രക്കാര്. 2 പേര് ആണുങ്ങൾ, അവർക്ക് 2 പേർക്ക് ഒരു റൂം കിട്ടി. പിന്നെ 2 പേര് വെച്ച് 4 പേർക്ക് വേറെ അവർക്ക് 2 റൂം കിട്ടി. പക്ഷെ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് എനിക്ക് സിംഗിൾ റൂം എടുത്തു. അത് വളരെ നല്ലതായിരുന്നു കേട്ടോ. ചില എക്സ്ട്രാ പേ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ റൂം എടുത്താൽ വളരെ നല്ലതായിരിക്കും. എൻ്റെ പൊന്നെ, ആദ്യ ദിവസം തന്നെ ഗ്രൂപ്പുമായിട്ട് ഒരു ഇൻട്രഡക്ഷനും അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എൻ്റെ പേടിയും ഭയവും എല്ലാം അസ്ഥാനത്തായ പോലെ തോന്നി. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇങ്ങനെ സോളോ ആയിട്ട് വന്നവര് 4 സ്ത്രീകളുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരാൾ ഒഴികെ മറ്റു 3 പേർക്കും ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർ ആ ഹസ്ബൻഡിൽ നിന്നൊക്കെയുള്ള ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ സോളോ ട്രിപ്പിന് വന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ ഒരു നിമിഷം അങ്ങ് നിന്നുപോയി. അതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലേഡി കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിന് 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ കുഞ്ഞിനെ ഇട്ടിട്ടാണ് വന്നത്. പുള്ളി പറയുന്നതാ ഒയ്യോ ഭയങ്കര കേട്ടോ. എനിവേ, പുള്ളിക്കാരത്തേക്ക് ആ വീട്ടിലെ ആ ബഹളത്തിൽ നിന്നെല്ലാം ഒന്ന് മാറി ഒറ്റയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ സ്റ്റണ്ണടിച്ചു പോയി കേട്ടോ. ഞാൻ സോളോ ആയിട്ട് പോയത് ഒരു ഗത്യന്തരമില്ലാതെ പോയതാണേ. കൂടെ വരാൻ ആരും ഇല്ലായിരുന്നു. എന്നാൽ ഈ യാത്രയൊക്കെ ചെയ്യാനായിട്ടും ഈ ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാനുള്ള കൊതി കൊണ്ടുമാണ് ഒറ്റയ്ക്ക് പോയത്. ശരിക്കും ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും മോട്ടിവേറ്റ് ആയി കേട്ടോ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്ന 25 പേരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഞങ്ങളുടെ ട്രാവൽ ഏജൻസി കൊള്ളത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ 25 പേരും നല്ല ഐക്യമുള്ളതും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ടാണ് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ആ ഗ്രൂപ്പിൽ എനിക്കായിരുന്നു ഏറ്റവും പ്രായം കൂടുതലുള്ളത്. ഒരു നവീനും ഫെബി ഉണ്ടായിരുന്നു. എന്റെ മോന്റെ പ്രായമേ ഉള്ളൂ. അവരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള സ്ത്രീയോടൊന്ന് വന്നു സംസാരിക്കാനായിട്ടും അവരുടെ കൂടെ കൂട്ടാനായിട്ടും ഒന്നും ഒരു മടിയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ കേട്ടോ. ഇവരൊക്കെ ഉണ്ടല്ലോ സമകാലീനരോട് പെരുമാറുന്നത് പോലെയാണ് എന്നോട് പെരുമാറിയത്. ഈവൻ ആ കൂട്ടത്തിൽ 22 വയസ്സുള്ള കുട്ടികൾ പോലും ഉണ്ടായിരുന്നു, പഠിക്കുന്ന കുട്ടികൾ പോലും ഉണ്ടായിരുന്നു. അവരൊക്കെയാണേലും ആലിസാൻഡി എന്നും പറഞ്ഞുകൊണ്ട് എന്നാ സ്നേഹത്തോടെയാണെന്നറിയാം എന്നോട് പെരുമാറിയത്. അവരൊക്കെ എന്നോട് അടുത്ത് വരികയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തെന്നുള്ളതാണ്. അങ്ങനെ ഈ ഗ്രൂപ്പ് എനിക്കൊരു നല്ലൊരു അനുഭവം തന്നെയാണ് തന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് വന്നതിന്റെ സുഖം പറഞ്ഞില്ലല്ലോ, എന്താണ് ഇത്ര വലിയ സുഖമെന്ന്. സത്യം പറയാമല്ലോ, ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. സ്വന്തം ഇഷ്ടം പോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനായിട്ടും കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാനും എല്ലാം നമ്മൾക്ക് ആരെയും ബോധർ ചെയ്യണ്ട. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്ന നടന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമുക്ക് ഫോട്ടോ എടുത്തു തരണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരും ഫോട്ടോ എടുത്തു തരാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്വന്തം ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുത്തു തരുന്നതിലോ പ്രതിഫലം ഒന്നും കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. അത് ഫ്രീ ആയിട്ട് കിട്ടും ഇല്ലേ. അല്ലാതെ ചില കൂട്ടുകാരോ, ചിലരേ ഉള്ളു കേട്ടോ, എല്ലാവരും അല്ല, എല്ലാ കൂട്ടുകാരും അങ്ങനെയില്ല. ചില കൂട്ടുകാരോ ഈവൻ ചില സഹോദരങ്ങൾ പോലുമോ നമുക്ക് 2 ഫോട്ടോ എടുത്തു തന്നാൽ പിന്നെ കുറ്റവും കുറവും മാത്രം.
ഞാൻ എത്ര ഫോട്ടോ എടുത്തു കൊടുത്തു, എൻ്റെ ഫോട്ടോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു, സെൽഫിഷാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് നമ്മുടെ തല മരവിക്കുന്ന പോലെ പറഞ്ഞു പോകും. അതൊന്നും കേൾക്കേണ്ടി വന്നില്ല. അപ്പൊ അതെല്ലാം ഒഴിവായി. അപ്പൊ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേത്തിനെ കൂടെയുള്ളവർ എന്ത് ചെയ്യുക, അല്ലെ നമ്മളോട് പറയാതെ വേറെ എവിടെയോട്ടേലും പോയോ എന്നൊന്നുള്ള യാതൊരു പരിഭവവും വേണ്ട. നമ്മുടെ ടൂർ ഗൈഡ് പറയുന്ന അനുസരിച്ച് ആ സമയത്ത് പറയുന്ന സ്ഥലത്ത് വരിക, നമുക്ക് ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ളിടത്ത് നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുക. എനിക്കൊരു സെൽഫി സ്റ്റാൻഡും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സോളോ ട്രിപ്പ് എൻജോയ് ചെയ്തു. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകാരെ കൂടി ഒന്ന് കണ്ടോളൂ കേട്ടോ. എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ബോറടിപ്പിക്കാതെ നല്ലൊരു കമ്പനി തന്നെ ആ കൂട്ടുകാരെ കൂടി ഒന്ന് കണ്ടോളൂ. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ മോന്റെ പ്രായമേ ഉള്ളൂ നവീന്. എന്നിട്ടും ആ സാധാരണ പ്രായമായവരോടൊന്നും ഈ യങ്സ്റ്റേഴ്സ് ഒന്നും മൂവ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞിട്ട് അവരവരുടെ കൊച്ചു പിള്ളേരെ പോലുള്ളൊരു അതുപോലെ ഈ മോളാണെങ്കിൽ എന്റെ അടുത്ത് വന്ന് എനിക്ക് ആന്റിയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. സാധാരണ എന്തോ സംഭവിക്കുന്ന അറിയാമോ, കൊച്ചു പിള്ളേര് പിന്നെ ഇവരെ പ്രായം തിരിഞ്ഞു നോക്കത്തില്ല. ഈ പ്രായമുള്ളവര് പോലും ഹാബിയെ പോലെയുള്ള എന്റെ മോന്റെ മരുമോടെയും പ്രായമുള്ളൂ. അവരൊന്നും ഇല്ല, അവരുടെ ഒരു കാറ്റഗറി ഏതാ പ്രായമായി വരുന്നുള്ള. അപ്പൊ ഞാനിങ്ങനെ അതാണ് മാം കാണിച്ചിരിക്കുന്നത്. ഗുഡ് എക്സാമ്പിൾ. താങ്ക് യു. ഞാൻ പറയട്ടെ, ഞാൻ ഈ വാചകം അടിക്കുമ്പോഴേ ഒരാൾക്ക് ഒരു ശകലം പോസിറ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയ സന്തോഷം. ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, അയ്യോ എനിക്കൊരു ആശ്വാസമായിരുന്നു, അല്ലെ എനിക്കത് മോട്ടിവേറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാന് ഈ വീഡിയോയിൽ എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം കൊച്ചു പിള്ളേര് ലൈക്ക് ഓൾ ദീസ് എന്നോട് അത്രയും ഇത് കാണിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്കും പറഞ്ഞില്ലേ, അതായത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരായാലും നമ്മള് ഒരു ഗ്യാപ്പ് ഇല്ലാണ്ടും എല്ലാവരുമായിട്ട് പറ്റി. അത് കാരണം നമുക്ക് ട്രിപ്പ് മൊത്തത്തിൽ നോക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നത്. നമുക്ക് അടിപൊളി ട്രിപ്പ് ആയിരുന്നു, സൂപ്പർ. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും കിട്ടി. നല്ല ഗ്രൂപ്പ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ പേടിച്ചാണ് ഒറ്റയ്ക്ക് വന്നത്. സത്യം പറയാ, ആദ്യം വെരി ഗുഡ്. എനിക്ക് വലിയ സന്തോഷം. ഞാൻ അങ്ങനെ നല്ലപ്പോഴാണ് ഹസ്ബൻഡിനെ വിട്ടിട്ട് ഒന്ന് പോകുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പേടിയെല്ലാം അങ്ങ് മാറി. കാരണം നമ്മൾ എല്ലാവരും കൂടി പോകും. ഇപ്പൊ ഫോട്ടോ എടുക്കുന്നതേ ഉള്ളൊരു പ്രശ്നം. കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ അവര് പറയാതെ എടുക്കും. ഇത് നമ്മൾക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു എടുത്തു തരാൻ. അപ്പൊ എല്ലാവർക്കും കേട്ടോ, ഇനിയും വീണ്ടും കാണാം, വീണ്ടും കോൺടാക്ട് ചെയ്യണം. എപ്പോഴും കോൺടാക്റ്റിലുണ്ടാവും. എല്ലാവരും ഇതുപോലെ യങ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. തീർച്ചയായും. അപ്പോൾ ഇനി ആരും പറയരുത്, അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ വരാൻ ആരുമില്ലേ, അല്ലെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, അല്ലെ ഭാര്യ മരിച്ചുപോയി, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എങ്ങനെ പോയി, എനിക്ക് സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ് എന്നൊന്നും പറയരുത് കേട്ടോ. ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് പോകാവുന്നതാണ്. ഒള്ളി തിങ്, നമ്മൾ ആളുകളോട് നല്ലവണ്ണം ഇടപെടണം, അവരോട് സംസാരിക്കണം, അവരുടെ ഗ്രൂപ്പിൽ ചേരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിച്ച് അവരുടെ വാലയെ തൂങ്ങി നടക്കണമെന്നൊന്നും ഞാൻ പറയുകയില്ല. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഐഡന്റിറ്റി വേണം. എങ്കിൽ എല്ലാവരോടും ചേർന്നും വേണം പോകാനായിട്ട്. ഇനിയിപ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞാലും തന്നെത്താനെ കാണാനും കേൾക്കാനും ഗൈഡ് കാണും. ഗൈഡിന്റെ കൂടെയോ ആരെങ്കിലും നമ്മൾക്ക് കാണും. ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മൾക്ക് കാണും. അങ്ങനെ വളരെ സ്വാതന്ത്ര്യപരമായിട്ട് നമുക്കൊരു ടൂർ നടത്താവുന്നതാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പോയി കഴിഞ്ഞാൽ ശരിക്കും ഞാൻ പറയുവാണെ, പിന്നെ നിങ്ങൾ ഓർക്കും, അയ്യോ ഈ ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയാണ് വളരെ നല്ലതെന്ന്. കാരണം നമ്മൾ ഒന്നിനെക്കുറിച്ചും വറിയടിക്കേണ്ട, നമുക്ക് നല്ല ഫ്രീഡമാണ്. നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ആസ്വദിക്കാനും എല്ലാം സാധിക്കുമെന്നുള്ളതാണ്. ധൈര്യമായിട്ടിരിക്കുക, ഒട്ടും ഭയപ്പെടണ്ട.